സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ അനുമതിയായിരിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് സർക്കാർ അനുമതി നൽകി. മാത്യു കുഴൽനാടനാണ് റൂൾ 50 പ്രകാരമുള്ള ഉപക്ഷേപത്തിന് നോട്ടീസ് നൽകിയത്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കഴിഞ്ഞ സമ്മേളനത്തിൽ നമ്മൾ കണ്ടതാണ്, തുടർച്ചയായി ഒരു വിഷയമൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും സർക്കാർ അത് അടിയന്തര പ്രമേയ ചർച്ച അത് അനുവദിക്കുന്നത് നമ്മൾ കണ്ടു. ആ കാഴ്ച ഇപ്പോൾ മറ്റൊരു വിഷയത്തിൽ കൂടി ചർച്ചയാകുന്നു. എപ്പോഴാണ് ചർച്ച? വിശദാംശങ്ങൾ. അനുജ, നിയമസഭയുടെ നടപ്പ് സമ്മേളനം ചർച്ച ചെയ്യുന്ന 4ാമത്തെ അടിയന്തര പ്രമേയമാണ് സാമ്പത്തിക വിഷയത്തിന്മേലുള്ളത്. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലം വികസന പ്രവർത്തനങ്ങളും മുടങ്ങിയിരിക്കുന്നു. ട്രഷറികൾ സ്തംഭനാവസ്ഥയിലാണ്. പദ്ധതി വിഹിതം നൽകുന്നില്ല. അതുകൊണ്ട് പദ്ധതി പ്രവർത്തനം സ്തംഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം റൂൾ 50 പ്രകാരം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് ചർച്ചയ്ക്കെടുക്കാമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ സമ്മതിക്കുകയായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ സംസ്ഥാനം നേരിടുന്നില്ല. അത്തരം അടിയന്തര സാഹചര്യമില്ല. ഓണക്കാലം എന്തായാലും കഴിഞ്ഞു. എങ്കിലും ഈ സർക്കാർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി പറയാനുള്ള ഒരു അവസരം എന്ന നിലയ്ക്ക് ഈ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കാൻ സർക്കാർ സന്നദ്ധമാണെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചത്. ഇതനുസരിച്ച് ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണിക്കൂർ ചർച്ചയാണ് അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ നടക്കാൻ പോകുന്നത്. അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് മാത്യു കുഴൽനാടനായിരിക്കും ആദ്യം സംസാരിക്കുക. പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ സംസാരിക്കും. ഒടുവിൽ ധനമന്ത്രിയുടെ മറുപടിയോടുകൂടി ഈ ചർച്ച ഉപസംഹരിക്കുന്ന നടപടികളാണ് സഭയ്ക്കകത്ത് നടക്കാൻ പോകുന്നത്. എന്തായാലും ഈ സർക്കാരിൻ്റെ കാലത്ത്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്ന 17ാമത്തെ അടിയന്തര പ്രമേയ നോട്ടീസാണിത്. ഈ സഭയുടെ നടപ്പ് സമ്മേളനത്തിലെ 4ാമത്തെ അടിയന്തര പ്രമേയവും ഇന്ന് ചർച്ചയുമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അനുജ, അതാണ് അത്രയും അത്യപൂർവമായൊരു കാര്യം കൂടിയാണ്. അതിനുകൂടിയാണ് നിയമസഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. തുടർച്ചയായി അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നു, അത് ചർച്ചയ്ക്ക് അനുമതിയാകുന്നു എന്നുള്ളത്. ഇന്നിപ്പോൾ എന്താണ് ശ്രീജിത്ത് പ്രതിപക്ഷം സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ? അനുജ, സംസ്ഥാനത്ത് ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതുമൂലം പദ്ധതി വിഹിതം നൽകുന്നില്ല. അത് വികസന പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നു. ഒപ്പം തന്നെ ട്രഷറി സ്തംഭനാവസ്ഥയിലാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസിൽ മൂവാറ്റുപുഴ MLA ആയ മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളിലടക്കം പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കിയിട്ടുണ്ടെന്ന വിമർശനം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ആളുകൾ സഭാതലത്തിൽ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളുടെ ഒരു ആവർത്തനമായിരിക്കും ഈ അടിയന്തര പ്രമേയ ചർച്ചയിലും നടക്കാൻ പോകുന്ന കാര്യം വ്യക്തമാണ്. പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള ആനുകൂല്യങ്ങളടക്കം ആളുകൾക്ക് നൽകാനുണ്ട്. ഇത്തരത്തിലുള്ള വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ്. ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം കണക്കിലെടുത്ത് പൊതുവായി ഉന്നയിക്കാനുള്ള ശ്രമമാണ് ഈ അടിയന്തര പ്രമേയത്തിലൂടെ പ്രതിപക്ഷം നടത്തുന്നത്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.